ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ നമുക്ക് മറ്റന്നാളാണ് നമ്മുടെ എക്കണോമിക്സ് എക്സാം എന്ന് പറയുമ്പോൾ ഇന്നും ഇന്നലെ വൈകുന്നേരവും അതുപോലെ തന്നെ നാളെയും കൊണ്ട് നമുക്ക് മാക്സിമം പോർഷൻസ് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ പഠിക്കാണ്ടിരിക്കുന്നവർക്ക് പോലും നമുക്ക് ഈ 2 ദിവസം കൊണ്ടും നല്ലപോലെ പഠിച്ച് തീർക്കാൻ പറ്റും, എക്കണോമിക്സ് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എക്സാമാണ്, നമ്മുടെ ലാസ്റ്റ് എക്സാം ആണല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ +2 ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാം നല്ലപോലെ എഴുതാനായിട്ട് നോക്കുക, മാക്സിമം മാർക്ക് വാങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നും കൂടിയിട്ട് ഇന്നും നാളെയും കൂടിയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യില്ല, അത് കഴിഞ്ഞിട്ട് ഒരിക്കലും +2 വരവേ മാത്രമേ നമ്മൾ എപ്പോഴും കമ്പൽ ചെയ്യത്തുള്ളൂ. വീട്ടുകാരാവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ എല്ലാവരും കമ്പൽ ചെയ്യുന്നത് +2 വരെ മാത്രമാണ്. പഠിക്കുന്നത് കമ്പൽ ചെയ്യുന്നത് +2 വരെ. അത് കഴിഞ്ഞാൽ അങ്ങനെ കമ്പൽഷൻ ഉണ്ടായിരിക്കും, ബട്ട് കൂടുതൽ ചെയ്യത്തില്ല, ആരും ബോധർ ചെയ്യത്തില്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ +2 കാലഘട്ടം വരെ എല്ലാവരും കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുക, മാക്സിമം +2 നല്ല മാർക്ക് വാങ്ങുക. ഇനി നമുക്ക് എക്കണോമിക്സ് എക്സാമും കൂടിയിട്ടാണുള്ളത്. ബാക്കി എക്സാംസൊക്കെ എല്ലാവരും നല്ലപോലെ എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം കൊണ്ട് ഫുൾ പോർഷൻസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഇനി എല്ലാം പഠിച്ചിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് ഫുള്ളൊന്ന് ഈ ഒരു ടൈം ടേബിൾ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഫുൾ പോർഷൻസ് ഒരു പോർഷൻ പോലും വിടാണ്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പഠിക്കാൻ തുടങ്ങാൻ പോകുന്നവരൊക്കെ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓൾറെഡി ഞാൻ എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഒരുപാട് എക്കണോമിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് ഇടാത്തത്. പിന്നെ ഇംഗ്ലീഷും മലയാളം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് നമുക്ക് ചെയ്യാൻ നല്ലപോലെ പഠിക്കാം. ഓക്കെ, നാളെയും ഇന്നും കൊണ്ട് നമുക്ക് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ നാളെ എന്ന് പറയുമ്പോഴത്തേക്കും 24/3/2024 എന്ന് പറയുമ്പോൾ സൺഡേ ആണല്ലേ. അപ്പോൾ 5 മണിക്ക് നമ്മൾ എണീക്കുന്നു. നാളെ നമ്മൾ എത്ര മണിക്ക് എണീക്കുന്നു? 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അതുപോലെ തന്നെ ഈ നോമ്പ് പിടിക്കാനൊക്കെ എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഉറങ്ങാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എന്തായാലും 4:30 ആയിരിക്കും എഴുന്നേൽക്കുന്നത്. പിന്നെ 5 മണിക്ക് നമ്മൾ പഠിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടിയാണല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം റിലാക്സ് ആവാം, ഉറങ്ങാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം നാളെ ഒരു ദിവസം മാക്സിമം 5 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കാം. 5 മണി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 4:45 4:30 അലാം വെച്ചിട്ട് വേണം എഴുന്നേൽക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5 മണി മുതൽ അപ്പോഴും നമ്മൾ ബുക്കൊക്കെ എടുത്ത് ഫ്രഷായി 5 മണിയാകുമ്പോൾ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ 5 മണി മുതൽ 8 മണി വരെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ മാർക്കറ്റ് ഇക്വിലിബ്രിയം 5ാം ചാപ്റ്ററായ മാർക്കറ്റ് ഇക്വിലിബ്രിയം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ പഠിക്കേണ്ടത്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. 6, 7, 8 3 മണിക്കൂറുണ്ട്. നമുക്ക് മാക്സിമം നല്ലപോലെ ഈ 3 ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിക്കാനായിട്ട് സാധിക്കും. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പോർഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി, പിന്നെ വരുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം, അതിൻ്റെ ഡിഫറൻസ്, പിന്നെ PPC ഒക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 4 സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഏതാണ്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററും പഠിക്കാൻ. പിന്നെ വരുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്നും മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കണം. പിന്നെ വരുന്നതാണ് പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും. ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് 8 മണിയായപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞില്ല, ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കരുത്. ബാക്കി 8 മണി കഴിഞ്ഞിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഓക്കെ, 8 മണി മുതൽ 8:30 വരെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാണ്. 8:30 എന്ന് പറയുമ്പോൾ നമുക്ക് 15 മിനിറ്റ് മതിയല്ലേ. 8:30 മണിക്കൂറൊന്നും ആരും ഇരുന്ന് കഴിക്കത്തില്ല. 15 മിനിറ്റ് മതി. പിന്നെ 15 മിനിറ്റ് നെക്സ്റ്റ് ഒന്ന് റിലാക്സ് ആവുക, മൊബൈൽ ഫോൺ എടുക്കാണ്ടിരിക്കുക. എല്ലാ ടൈം ടേബിളും പറയുന്നതാണ്. ഈ ഫ്രീ ടൈമിൽ മൊബൈൽ ഫോൺ മാക്സിമം എടുക്കാണ്ടിരിക്കുക. ദെൻ നെക്സ്റ്റ് 8:30 മുതൽ 9 മണി വരെ 1 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും 3rd ചാപ്റ്ററാണ്. മൈക്രോ എക്കണോമിക്സിലെ 3rd ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കർവ്, അതുപോലെ തന്നെ TVC, TFC അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ ധാരാളം പെട്ടെന്ന് പഠിച്ചു തരും. ഓക്കെ,
പിന്നെ വരുന്നതാണ് 9:30 മുതൽ 11 മണി വരെ എന്ന് പറയുമ്പോഴത്തേക്കും 1.5 മണിക്കൂറാണ് ഈ ഒരു ചാപ്റ്റർ തന്നിരിക്കുന്നത്. കാരണം കുറച്ച് വലിയ ലെങ്ത് ഉള്ള ചാപ്റ്ററും അതുപോലെ തന്നെ കൂടുതൽ വെയിറ്റ് ചെയ്തുള്ള ചാപ്റ്ററും കൂടിയിട്ടാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കർവും പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ കുറച്ചും കൂടി സമയം ഞാൻ കൂട്ടിയത്. അപ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ 11 മണി മുതൽ 11 മണി കൊണ്ട് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു. പിന്നെ 11 മണി മുതൽ 1 മണി വരെ 11, 12, 2 മണിക്കൂറുണ്ട്. ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ഫേം ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മുടെ 4th ചാപ്റ്ററാണ്. മൈക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്ററും അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്ററുമാണ് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ദെൻ നെക്സ്റ്റ് 1 മണി മുതൽ 2 മണി വരെ നമുക്ക് ബ്രേക്കാണല്ലേ, ചോറ് കഴിക്കാനും ജസ്റ്റ് ഒന്ന് ഉറങ്ങാനും ഒക്കെ ഉള്ള ബ്രേക്കാണ്. ഉറങ്ങി കൂടുതൽ 2 മണി കൂടുതൽ ഇറങ്ങാതിരിക്കാനായിട്ട് നോക്കുക. 1 മണി മുതൽ 1:15 വരെ കഴിക്കുക. ദെൻ 1:15 മുതൽ 2 മണി വരെ ജസ്റ്റ് ഉറങ്ങാം. 3/4 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ 1/2 മണിക്കൂർ തന്നെ ധാരാളം. കാരണം ഒരു ദിവസം കൂടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 2 മണി മുതൽ 3 മണി വരെ എന്ന് പറയുമ്പോഴത്തേക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നിങ്ങൾ എവിടെയാണോ കംപ്ലീറ്റ് ആക്കി നിർത്തുന്നത് അവിടെ നിർത്താം. പിന്നെ നമുക്ക് റിവൈസ് ടൈമിൽ നമുക്ക് ഫുൾ നോക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് 4 മണി മുതൽ 6:30 വരെ. പിന്നെ ഇവിടെ ടീ ബ്രേക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണോ നാളെ കൊണ്ട് ഫുൾ പോർഷൻ തീർക്കണമല്ലോ. അപ്പോൾ ടീ ബ്രേക്ക് ഒന്നും ആഡ് ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 4 മണിക്ക് പഠിക്കാതിരിക്കുമ്പോൾ ജസ്റ്റ് അടുത്ത് ചായയൊക്കെ വെച്ച് കുടിച്ചുകൊണ്ടിരുന്ന് പഠിക്കുക. അപ്പോൾ ഈ 4 മുതൽ 6:30 വരെ എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററും ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് വരുന്ന 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് 7 മുതൽ 8:30 വരെ 7 മുതൽ 8:30 വരെ റിവൈസ് ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും ഇത്രയും സമയത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടോ, ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ, ഇവയെല്ലാം ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയവരാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ നമ്മൾ 5 മണിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ. അപ്പോൾ ആദ്യം മുതൽ എന്ത് ചെയ്യാം, മാക്സിമം റിവൈസ് ചെയ്യുക. പിന്നെ 8:30 മുതൽ 9 മണി വരെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഫുഡ് കഴിക്കുന്നു. പിന്നെ 9 മണി മുതൽ 11:30 വരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കണം. പിന്നെ വരുന്നത് പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ്, പ്രോബ്ലംസ്. പ്രോബ്ലംസിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ആ കുറച്ച് 2 മണിക്കൂർ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഫുൾ പോർഷൻസ് കവർ ചെയ്യുക. 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തേക്കണം, ഫുൾ പോർഷൻസും പഠിച്ച് തീർന്നിരിക്കണം. ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു ഓൾ.